ഇനി സന്നിധാനത്തേക്ക് ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് കൂടി ചേരുന്നു. പ്രതീഷ്, ഇന്ന് ഭക്തജന തിരക്ക് എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കുറച്ചതോടെ എല്ലാം സുഖകരമായി പോകുന്നുവെന്ന് വിശ്വസിക്കുന്നു. SKN ശബരിമല സന്നിധാനത്ത് സാധാരണഗതിയിലുള്ള തീർത്ഥാടന തിരക്ക് മാത്രമാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 86,000 തീർത്ഥാടകരാണ് ശബരിമല ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. 8,600ഓളം പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. 5,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയതെങ്കിലും ഇരുമുടിക്കെട്ടുമേന്തി പമ്പയിൽ വന്ന ചില തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നു. അങ്ങനെയാണ് 8,600 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ആ തിരക്കൊക്കെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു. പോലീസും ദേവസ്വം ബോർഡും കൃത്യമായി അക്കാര്യത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ നട തുറക്കുന്ന ഘട്ടത്തിലാണ് കൂടുതൽ തീർത്ഥാടന തിരക്ക് നിലവിൽ ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറക്കും. ആ സമയങ്ങളിൽ രാവിലെ ഒരു 10 മണിവരെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതിനുശേഷം തിരക്ക് കുറയുകയാണ് കഴിഞ്ഞ 2 ദിവസമായി കാണുന്ന പതിവ്. വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി അവലോകന യോഗങ്ങളുടെ ഭാഗമായി സന്നിധാനത്ത് ദേവസ്വം മന്ത്രി VN വാസവൻ എത്തിയിരുന്നു. ഇന്ന് 9:30 കൂടിയാണ് സന്നിധാനത്ത് നിന്ന് അദ്ദേഹം പമ്പയിലേക്ക് മടങ്ങിയിട്ടുള്ളത്. മേൽശാന്തിയുമായും ഒപ്പം തന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 5,000 പേർക്കായി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയ കാലാവധി തിങ്കളാഴ്ച അവസാനിക്കും. അതിനുശേഷം ഏത് തരത്തിൽ മാറ്റം വേണം എന്നതായിരിക്കും ഇന്ന് നിർണായകമായി തീരുമാനം എടുക്കുന്നത്. ഭക്തരുടെ സുഗമമായ ദർശനം ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും അത്തരത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുക. എന്തായാലും നിലവിൽ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് ചേർന്ന അവലോകന യോഗം നടപടി സ്വീകരിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.